Hello guys, welcome to my channel. അപ്പോൾ എൻ്റെ വൈകിട്ടൊരു 4 മണി മുതലുള്ളൊരു റൂട്ടീനാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഉമ്മയും കൂടെ ഒരു മൂവിയൊക്കെ കണ്ടു. ശേഷം ഞാൻ ബുക്ക് പണ്ട് കുറേ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ വായന നിർത്തി. ഞാൻ ഈ ഇടയിൽ ഈ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ ഇരിപ്പിന് ഒരു ബുക്ക് വായിച്ച് തീർത്തു കേട്ടോ. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയോ ഒരു രസം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയി ബുക്ക് വായിക്കണം വിചാരിച്ചിട്ട്, പക്ഷെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ബുക്ക് വായിച്ച ശേഷം ഞാൻ വിചാരിച്ചു അതിന് എന്തായാലും ഇടയ്ക്കിങ്ങനെ ഓരോ ബുക്ക്സ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ആ ഫിലിമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആ ഒരു ബുക്ക് വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആയി വാങ്ങിച്ച് വെച്ച ബുക്കാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, പകുതി വായിച്ചിട്ട് ആ ഒരു മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അതേപോലെ ഉണ്ട് അതിൽ, ദ 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ട്. കണ്ടില്ലേ മാർക്ക് വെച്ചത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇരുന്ന് ആ ബുക്ക് വായിച്ചു. അതിന് ശേഷം ഞാൻ കുറച്ച് പാട്ടൊക്കെ കേൾക്കാം. എനിക്കിങ്ങനെ ഇടയ്ക്ക് പാട്ട് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ലാപ്പിൽ പാട്ട് വെച്ചു. ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ എന്താ അറിയില്ല, പ്രത്യേക ഒരു ഇപ്പോൾ എനിക്ക് ഏത് മൂഡാണോ, ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ കുറച്ച് ഭയങ്കര അടിപൊളി ബീറ്റൊക്കെ ഉള്ള സോങ്സൊക്കെ വയ്ക്കും. അങ്ങനെ ഓരോ ഇതാണ്. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ശരിയെന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടു. പിന്നെ പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ വെള്ളം ഞാൻ എപ്പോഴും ഈ ഒരു ബോട്ടിൽ വയ്ക്കും. ഇതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അത് കഴിയുമ്പോൾ ഒരു 2 ലിറ്ററെങ്കിലും മാക്സിമം ഞാൻ ഒരു ദിവസം കുടിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം കഴിഞ്ഞപ്പോൾ പിന്നെ പോയി കുറച്ച് താഴെ പോയി വെള്ളമൊക്കെ റീഫിൽ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ വൈകിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. അവിടെ നിന്ന് ഉമ്മയുടെ അടുത്ത് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഉമ്മാനെ വിളിച്ച് ഞങ്ങൾ 2 ആളും കൂടെ അങ്ങനെ കുറച്ചിങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഉമ്മാക്കും ഉണ്ട് എന്നെ പോലത്തെ ഒരു ബോട്ടിൽ. ഉമ്മ ഫുൾ എൻ്റെ കോപ്പിയടിയാണ്. അപ്പോൾ ബോട്ടിലൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് പഠിക്കാനും കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിരുന്ന് അതൊക്കെ ചെയ്യായിരുന്നു. അതിന് ശേഷം ഞാൻ വൈകിട്ട് എപ്പോഴും ഒരു വെജിറ്റബിൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എനിക്കും ഉമ്മാക്കും കൂടെ ഒരു ജ്യൂസ് ഉണ്ടാക്കും, എന്നിട്ട് കുടിക്കും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ച് എൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞാൻ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞാനും ഉമ്മയും കൂടെ പിന്നെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിരുന്നു. അപ്പോഴേക്കും പിന്നെ വൈകിട്ടുള്ള പ്രേയറിന് ടൈമായി, മഗ്‌രിബ് സമയമായി. അപ്പോൾ നമ്മൾ നിസ്കാരവും ഖുർആൻ അങ്ങനെ കുറച്ചിതൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് പുറത്ത് പോവാം, ലുലുവിൽ പോവാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ലുലുവിൽ പോകാൻ വേണ്ടി റെഡിയാവാൻ പോവുകയാണ്. അല്ലാതെ സാധാരണ ഈ സമയത്ത് ഞാൻ പഠിക്കുക, TV കാണുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറാണ് പതിവ്. സോ ഇന്ന് നമ്മൾ പുറത്ത് പോയി. അപ്പോൾ ഞങ്ങൾ റെഡിയായി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ ഈ സമയത്ത് എനിക്ക് പഠിക്കാനുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് പോയി. ഞാൻ റെഡിയായി, മേക്കപ്പൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, റെഡിയായി, സെറ്റായി. ഞങ്ങൾ 4 ആളും കൂടെ ഇനി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി വന്നിട്ട് കാണാം, ബാക്കി അവിടെ പോയിട്ട് കാണാം.
ഞങ്ങളങ്ങനെ ഇറങ്ങി, ഞാനും ഉപ്പയും ഉമ്മയും കൂടെ. ഞങ്ങളൊരു 7:30 7 ഇറങ്ങാമെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ ലേറ്റായി, 7:30 ആയി. അങ്ങനെ ഞങ്ങൾ ലുലു എത്തിയിട്ട് പിന്നെ നമ്മൾ പർച്ചേസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ അവനിക്ക് കോളേജിലോട്ടുള്ള സാധനങ്ങളും എനിക്കും പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ എന്തൊക്കെ വാങ്ങിക്കാൻ. പിന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഫുഡും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ. നമ്മൾ അങ്ങനെ ഫുഡൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മൾ മേലെ പോയപ്പോഴാണ് ഉപ്പ വന്നിട്ട് നമുക്കൊരു 500 രൂപ ഫ്രീ ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ എന്നിട്ടൊരു കാർഡ് കിട്ടി പറഞ്ഞത്. പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചതാണെങ്കിൽ ബ്രോസ്റ്റഡ് കഴിച്ചു, മന്തി കഴിച്ചു, ബിരിയാണി കഴിച്ചു, പിന്നെ ഒരു ഫിംഗർ സ്ട്രിപ്പ്, ഷവായ, ഇങ്ങനെ ഇതൊക്കെയാണ് കഴിച്ചത്. പിന്നെ 500 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാനും അനിയനും പോയി. ഉപ്പ കട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ ഞങ്ങൾ സൂപ്പ് എടുത്തു. പിന്നെ ശേഷം ഞങ്ങൾ 2 കേക്ക് എടുത്തു, ഒരു ബ്രൗണി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പക്ക്, പിന്നെ ഒരു കുർക്കുരി, അങ്ങനെ എന്തൊക്കെയോ 500 രൂപയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച കേക്ക് ഏതാ വെച്ചാൽ ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു കേക്ക്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ ബ്ലൂബെറി അങ്ങനെ എന്തോ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീടെത്തുമ്പോൾ ലേറ്റായി, ഒരു 11 മണിയൊക്കെ ആയി. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവൽ, ഞാൻ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വന്നു മേക്കപ്പ് റിമൂവ് ചെയ്തു, പിന്നെ ഫേസ് വാഷ് ചെയ്തു. പിന്നെ അതിന് ശേഷം സാധാരണ ഞാൻ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു 11 ആകുമ്പോഴേക്കും കിടക്കാൻ മാക്സിമം ശ്രമിക്കും. പക്ഷെ ഉറങ്ങുമൊന്നുമില്ലെങ്കിൽ ആ ടൈം ആകുമ്പോഴേക്കും എല്ലാം ഇതാക്കണം എന്ന് വിചാരിക്കും. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഡയറി ഉണ്ട്, ഞാനിങ്ങനെ അതിൽ എൻ്റെ ഒരു മന്ത്ലി ഗോൾ എന്തൊക്കെയാണോ ഒക്കെ എഴുതി വയ്ക്കും. അപ്പോൾ ഞാൻ ഓരോ ഡേയിലും ഇങ്ങനെ ഒരു ഹാർട്ട് പിങ്ക് കളർ ബെസ്റ്റ്, ആ ബ്ലൂ ഒരു ടിക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്തു, ബട്ട് എന്നാലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാന്ന്. പിന്നെ ലാസ്റ്റ് ബ്ലാക്ക്, ഞാൻ ഭയങ്കര ലേസി, അങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഡയറി വന്നിട്ട് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാണ്. പിന്നെ അതിന് ശേഷം ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ അലോവേറ ജെല്ല് തേക്കും രാത്രി കിടക്കുമ്പോൾ. അത് ഞാൻ ഈ അലോവേറ ഞാൻ വാങ്ങിയതാണ്. ആക്ച്വലി ഞാൻ തിരുവനന്തപുരം പഠിക്കുന്ന ടൈമിൽ അവിടെ നമുക്ക് ഫ്രഷ് ജെല്ല് കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും, പിന്നെ കയ്യിലൊരു ലോഷനും, മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ഒരു നൈറ്റ് മുതലുള്ള ഈവനിങ് മുതൽ നൈറ്റുള്ളൊരു റൂട്ടീന്. പിന്നെ പൊതുവേ നമ്മളിപ്പോൾ ഇന്ന് പുറത്ത് ഷോപ്പിംഗ് പോയി, ആ ടൈമിൽ ഞാൻ വലിയ പഠിക്കും, അത് കഴിഞ്ഞാൽ TV കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വെറുതെ ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. അത്ര പ്രൊഡക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.